മജിസ്ട്രിക്കിലോട്ടും മറ്റുമൊക്കെ പോകുന്ന ബസ്സുകളാണ് ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. ഉണ്ടോ? എന്താ വണ്ടിയുടെയൊക്കെ സ്ക്രാപ്പ് ഐറ്റംസ് കിട്ടുന്ന ഏരിയ ആണ് കേട്ടോ. നമുക്ക് ഏത് വണ്ടിയുടെ വേണമെങ്കിലും സ്ക്രാപ്പ് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഇവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഹായ് ഹലോ നമസ്കാരം, സുനോജ് കുര്യനാണ്. ബാംഗ്ലൂർ ശിവാജി നഗറിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബാംഗ്ലൂർ ശിവാജി നഗറിലെ കാഴ്ചകൾ കാണാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിങ്ങനെ സെൻട്രൽ സ്ട്രീറ്റിൽ കൂടെ നടന്ന് പതിയെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സെൻട്രൽ സ്ട്രീറ്റിലെല്ലാം നമുക്ക് ഫർണിച്ചർ ഷോപ്പുകളാണ് കൂടുതലും കാണാൻ കിട്ടുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള കടയും തപ്പി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഫുൾ ഫർണിച്ചർ ഷോപ്പുകൾ. അപ്പോൾ നമ്മളിങ്ങനെ ഈ ക്യാമറയൊക്കെ പിടിച്ച് സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ ഓരോ ഷോപ്പുകാർ വിളിക്കും. ആ യൂട്യൂബ് ചാനലാണോ എൻ്റെ കടയുടെ കൂടെ വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് പലരും നമ്മളെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഷോപ്പിനകത്ത് കയറിയൊന്നും വീഡിയോ ഒന്നും നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് സ്ട്രീറ്റിൽ കൂടെ നടന്നുള്ള വീഡിയോസ് മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ തേണ്ട ശിവാജി നഗർ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇത് കണ്ടോ, ലേഡീസ് ഡ്രസ്സിനൊക്കെ 400 രൂപ 300 രൂപയൊക്കെ വിലയുള്ളൂ ഇവിടെ ലേഡീസ് ഡ്രസ്സിനൊക്കെ. ഡ്രസ്സൊക്കെ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു ഏരിയ ആണിത് കേട്ടോ. അല്ലെങ്കിൽ 400-300 ഒക്കെ കാണിക്കുന്നുണ്ടോ. ചീപ്പായിട്ട് കിട്ടുമ്പോഴത്തേനും അതിൻ്റെ ക്വാളിറ്റിയും അതനുസരിച്ചൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. വളയും കമ്മലൊക്കെ മേടിക്കണം. ലേഡീസ് സ്റ്റോറുകളുണ്ട്. വള, കമ്മൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാം. അതുപോലെ ചെരുപ്പ്, നമ്മുടെ കോലാപ്പൂരി ചെരുപ്പുകളൊക്കെ ഇരിക്കുന്നുണ്ടോ. കോലാപ്പൂരി സ്റ്റൈൽ ചെരുപ്പുകൾ, ലേഡീസിൻ്റെ ഐറ്റംസൊക്കെ ഇരിക്കുന്നുണ്ടോ. സ്ലൈഡും കാര്യങ്ങളൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഇരിക്കുന്നു. നമുക്ക് ഈ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇതുപോലുള്ള ഡ്രസ്സുകളും അതുപോലെ ലേഡീസ് സ്റ്റോറുകളും ചെരുപ്പിൻ്റെ സ്റ്റോറുകളും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ. നമ്മൾ ആദ്യം സാധനം മേടിക്കാൻ നോക്കുമ്പോൾ തന്നെ ഇവർ ഭയങ്കര വിലയൊക്കെ പറയും. പിന്നെ നമ്മൾ വിലയൊക്കെ പേശിയൊക്കെ മേടിക്കേണ്ടതായിട്ട് വരും ഇവരുടെ നിന്ന്. ഉണ്ട് ലേഡീസ് ഡ്രസ്സുകളൊക്കെ, അടിപൊളി ഡ്രസ്സുകളൊക്കെ ഇരിക്കുന്നുണ്ട്. 1600, 1000, 2600 ഒക്കെ. മൊത്തം വേസ്റ്റ് കൂട്ടിയിട്ടേക്കും കേട്ടോ. അയ്യോ, ഫുൾ എന്തോ പണി നടക്കുമെന്ന് തോന്നുന്നു. എല്ലാം വേസ്റ്റ് അടിഞ്ഞു കൂടി കിടക്കുന്നുണ്ടോ. ഭയങ്കര പൊടിയാണ്. തുണിയൊക്കെ കൂട്ടിയിട്ട് വിൽക്കുന്നത് കാണാം കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ നാട്ടിൽ വന്ന് വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ്ഞ് മേടിച്ചുകൊണ്ട് വരുന്ന തുണിയൊക്കെ ഇതുപോലെ കൂട്ടിയിട്ട് വിൽക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇഷ്ടംപോലെ തുണികൾ കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതിനെ യൂസ്ഡ് ആയിട്ടുള്ള തുണികൾ എന്താ കൂട്ടിയിട്ട് വിൽക്കുന്നത്. 300 രൂപയ്ക്കൊക്കെ പാൻറ്റൊക്കെ ഇരിക്കുന്ന. എന്നോ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുവാണോ. ആ ഗുഹയ്ക്കകത്തൂടെ ആ ചെറിയ വഴിക്കകത്തൂടെ ഒരു വണ്ടി വന്നിറങ്ങുന്ന കാണാം. ആ വണ്ടിയിൽ എന്തുമാത്രം സാധനങ്ങളൊക്കെ കയറി പോകുന്നത്. വാ, മുഴുവൻ ഒച്ചപ്പാടും ബഹളവും മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഈ ഏരിയയിൽ കുട്ടികളുടെ സാധനങ്ങൾ കിട്ടുന്ന ഒരു ഏരിയ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോയി നോക്കാം. ഉണ്ടോ? ആ, അപ്പോൾ അങ്ങനെ ഈ ഏരിയയിൽ നമുക്ക് പിള്ളേരുടെ ഡ്രസ്സുകളും ഒക്കെ ഉണ്ട്. ബുള്ളറ്റിൽ വരുന്നുണ്ടോ. ഇത് ചെരുപ്പിൻ്റെയും ബാഗിൻ്റെയും ഒക്കെ ഒരു സ്ട്രീറ്റാണ് കേട്ടോ. തിരക്കാൻ നോക്കി. അപ്പോൾ നമ്മൾ ശിവാജി നഗർ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലൂടെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ എല്ലാം ഇങ്ങനെ ചെരുപ്പൊക്കെ വിൽക്കുന്ന കടകളാണ്. നമ്മളിതിന് മുന്നേ കണ്ടത് ഡ്രസ്സ് വിൽക്കുന്ന കടകളായിരുന്നു കണ്ടത്. ചെരുപ്പിൻ്റെയും ബാഗിൻ്റെയും ഒക്കെ ഏരിയയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
സാധാരണ എല്ലാവരും വന്ന് വിലയൊക്കെ പേശി സാധനങ്ങൾ ഇവിടുന്ന് മേടിക്കുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാരെല്ലാം ഇവിടെ ഫിക്സ്ഡ് പ്രൈസാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് അവർ വലിയ വിലയൊന്നും കുറച്ചൊന്നും തരുന്നില്ല നമുക്ക് കേട്ടോ. ഫിക്സ്ഡ് റേറ്റാന്ന് പറഞ്ഞ് ഉള്ളൊരു സ്റ്റൈലിലാണ് ഇപ്പോൾ എല്ലാ കച്ചവടക്കാരും ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നല്ല ഒരു ബൈക്കിൽ വെച്ചുകൊണ്ട് പോകുന്നു. തിരക്ക് പിടിച്ച വഴിയിലൂടെ ഞുഴഞ്ഞ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഇതിനിടെ ടാക്സി വാഗണറൊക്കെ വലിഞ്ഞു കയറി വരുന്നതുണ്ടോ? എൻ്റെ പൊന്നടാ പോയി, ഇതിനകത്തുള്ളൊക്കെ എങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നു? മുട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഉള്ള വണ്ടികളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് നേരെ നമുക്ക് സെൻറ്റ് മേരീസ് ബസിലിക്ക കാണാം കേട്ടോ. ശിവാജി നഗറിലെ സെൻറ്റ് മേരീസ് ബസിലിക്കയിലോട്ടാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാറി നടക്കണം. അങ്ങനെ അങ്ങനെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലൂടെ നടന്ന് നമ്മൾ ശിവാജി നഗറിലെ സെൻറ്റ് മേരീസ് ബസിലിക്കയിലെത്തി. കർണാടക സംസ്ഥാനത്തിലെ ഏറ്റവും ആദ്യത്തെ മൈനർ ബസിലിക്ക പള്ളിയാണ് ഇത്. കറുത്ത പള്ളി എന്നറിയപ്പെടുന്ന പരിശുദ്ധ കന്യകാമാതാവിൻ്റെ നാമത്തിലുള്ള ഈ ഒരു പള്ളി ബാംഗ്ലൂർ അതിരൂപതയുടെ കീഴിലാണുള്ളത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസം 8-ാം തീയതിയാണ് ഇവിടുത്തെ പ്രധാന തിരുനാൾ. ഓഗസ്റ്റ് 29 തുടങ്ങി 10 ദിവസം നീണ്ടു നിൽക്കുന്ന പെരുന്നാൾ ആഘോഷങ്ങൾ സെപ്റ്റംബർ 8 പ്രധാന പെരുന്നാളോടുകൂടി അവസാനിക്കും. ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പള്ളിയോട് തൊട്ട് ചേർന്നുള്ള ഒരു ഗല്ലിയിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഗല്ലിയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം.
എന്താ വണ്ടിയുടെയൊക്കെ സ്ക്രാപ്പ് ഐറ്റംസ് കിട്ടുന്ന ഏരിയ ആണ് കേട്ടോ. നമുക്ക് ഏത് വണ്ടിയുടെ വേണമെങ്കിലും സ്ക്രാപ്പ് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ ശിവാജി നഗറിൽ വന്നാൽ മതി. ഇവിടെ നമുക്ക് സ്ക്രാപ്പ് ഐറ്റംസ് ഒക്കെ മേടിക്കാൻ പറ്റും. ഓക്കെ, ഈ കടകളിലെല്ലാം സ്ക്രാപ്പ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ശരി, എല്ലാ വണ്ടികളുടെയും സ്ക്രാപ്പിൻ്റെ മാർക്കറ്റാണിത്. ഇവിടെ ഏത് വണ്ടിയുടെ വേണമെങ്കിലും സ്ക്രാപ്പ് ഐറ്റംസ് കിട്ടും. വണ്ടിയുടെയൊക്കെ ഡിക്കി ഡോറും ഒക്കെ ഇരിക്കുന്നുണ്ടോ. ഹ്യുണ്ടായുടെ i20യുടെ മറ്റാന്ന് തോന്നുന്നു ഡിക്കി ഡോറും ഒക്കെ ഇരിക്കുന്ന രണ്ട് റിമ്മുകൾ ഇരിക്കുന്നു. ബമ്പറൊക്കെ ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ സ്ക്രാപ്പ് സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഏരിയ ആണിത്. അസ്സലാമു അലൈക്കും. ശരി, ഉണ്ടോ വണ്ടിയുടെ എൻജിനൊക്കെ ഇരിക്കുന്നുണ്ടോ. എൻജിൻ ഫോർഡ്. അയ്യോ, ഇത് കണ്ടോ വണ്ടിയുടെ സ്റ്റിയറിംഗ് ബോക്സുകളൊക്കെ കൂട്ടിയിട്ടേക്കുന്നുണ്ടോ. സ്റ്റിയറിംഗ് ലിങ്ക് റാഡുകളൊക്കെ കൂട്ടിയിട്ടേക്കുന്നുണ്ടോ. എന്തുമാത്രം എല്ലാ ടൈപ്പ് വണ്ടിയുടെ ഉണ്ട്. സ്റ്റിയറിംഗ് ബോക്സ്, സ്റ്റിയറിംഗ് ലിങ്ക് റാഡ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ലൈറ്റുകളൊക്കെ ഇഷ്ടംപോലെ കൂടി കിടക്കുന്നുണ്ടോ. ഇതെല്ലാം ബൈക്കിൻ്റെ സ്ക്രാപ്പ് ഐറ്റംസ് ആണ് കേട്ടോ. ഈ ഏരിയയിൽ കംപ്ലീറ്റ് ബൈക്കിൻ്റെ ഉണ്ട്. അകത്തോട്ട് കാറിൻ്റെ ഒക്കെ സ്ക്രാപ്പ് ഐറ്റംസ് കിടപ്പുണ്ട്. എൻജിനുകളൊക്കെ കൂട്ടിയിട്ടേക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ക്രാപ്പ് യാർഡിലൂടെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്ക്രാപ്പ് യാർഡിലൂടെ വീഡിയോ എടുത്തുകൊണ്ട് നടന്നപ്പോഴത്തേനും അവിടുത്തെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഇവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, ഞങ്ങളുടെ യൂണിയൻ്റെ പെർമിഷൻ ഇല്ലാതെ ഇവിടെ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ആ സ്ക്രാപ്പ് യാർഡിലെ കുറച്ച് വീഡിയോ മാത്രം എടുത്തുകൊണ്ട് അവിടുത്തെ പരിപാടി നിർത്തി. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ആർക്ക് വേണമെങ്കിലും വണ്ടിയുടെ സ്ക്രാപ്പ് ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ശിവാജി നഗറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രാപ്പ് സാധനങ്ങൾ മേടിക്കാൻ പറ്റും. പക്ഷേ അറിയാവുന്ന ആൾക്കാരെയൊക്കെ കൂട്ടി വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് പറ്റിക്കപ്പെടും കേട്ടോ. അപ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങാൻ വരുന്നുണ്ടെങ്കിൽ ഈ ഏരിയ അറിയുന്ന സാധനങ്ങൾ നോക്കിയെടുക്കാൻ അറിയാവുന്ന ആൾക്കാരുമായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. ഇപ്പം നമ്മുടെ ശിവാജി നഗറിലെ ഇറച്ചി മാർക്കറ്റിലൂടെയാണ് നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ടോ, ചിക്കനെല്ലാം റെഡിയാക്കി തൂക്കിയിട്ടേക്കുന്നുണ്ടോ. ഇഷ്ടംപോലെ ചിക്കൻ്റെ മാർക്കറ്റാണിത്. ചിക്കൻ്റെ കോഴിക്കടകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇറച്ചി മാർക്കറ്റിലൂടെയാണ് നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല മണമാണ് കേട്ടോ. ഇറച്ചി ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ കൊന്ന് തൂക്കിയിട്ടേക്കുവാണ്. ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഭയങ്കര മണമാണ്. ചിക്കൻ മാത്രമല്ല പോത്തും ഒക്കെ കിടപ്പുണ്ട്. നല്ല താറാവുണ്ട്. കൊല്ലാൻ റെഡിയായിട്ട് നിൽക്കുന്ന താറാവ്, പശു, ആട് ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് പച്ചക്കറി മാർക്കറ്റാണ്. അങ്ങനെ നമ്മൾ ഇറച്ചി മാർക്കറ്റിന് ശേഷം നമ്മൾ നേരെ പച്ചക്കറി മാർക്കറ്റിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റ്. പച്ചക്കറിയും പലചരക്കും ഒക്കെ കിട്ടുന്ന മാർക്കറ്റിനകത്തൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. സബോള, ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി, തക്കാളിയൊക്കെ കൂട്ടിയിട്ടേക്കുന്നുണ്ട്. തക്കാളിക്ക് വെറും 20 രൂപ. ഇലക്കറികളും ഇലയും ഒക്കെ.
അപ്പോൾ നമ്മളീ കാണുന്നതാണ് ശിവാജി നഗർ ബസ് സ്റ്റാൻഡ്. ശിവാജി നഗർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സൊക്കെ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം. മജിസ്ട്രിക്കിലോട്ടും മറ്റുമൊക്കെ പോകുന്ന ബസ്സുകളാണ് ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. ഉണ്ടോ? ലോക്കൽ ബസ്സുകളാണ് കേട്ടോ. ലോക്കൽ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്ന ബസ്സുകളാണ് ഇവിടെ ഉള്ളത്. ബാംഗ്ലൂരിനുള്ളിൽ കൂടെ മാത്രം പോകുന്ന ബസ്സുകളാണ് ഈ ശിവാജി നഗർ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്നത്. ബസ്സുകാരെല്ലാം ഇംഗ്ലീഷിലും ഒക്കെ ബോർഡ് എഴുതി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കന്നഡ അറിയത്തില്ലെങ്കിലും വന്ന് നമുക്ക് ബസ്സുകൾ കയറി യാത്ര ചെയ്യാൻ പറ്റും. ശിവാജി നഗർ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന ഈ ഒരു വലിയ കെട്ടിടം കണ്ടത് നമ്മുടെ ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലുള്ള ഒരു മെഡിക്കൽ കോളേജ് റിസർച്ച് സെൻ്ററാണ് കേട്ടോ. പ്രവർത്തനം ആരംഭിച്ച പറ്റുമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ. സെൻറ്റ് മേരീസ് ബസിലിക്കയോട് ചേർന്ന് തന്നെ നമുക്കിവിടെ ഒരു അമ്പലവും കാണാം കേട്ടോ. ശിവാജി നഗറിലെ സെൻറ്റ് മേരീസ് ബസിലിക്കയോട് ചേർന്ന് തന്നെ ഒരു അമ്പലവുമുണ്ട്. ഈ നേരെ കാണുന്ന അമ്പലവുമുണ്ട്. അമ്പലത്തിൻ്റെ പേര് കന്നഡയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ നമ്മുടെ ശിവാജി നഗറിലെ വീഡിയോ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം ഇത് നമ്മുടെ ബാംഗ്ലൂർ എപ്പിസോഡുകളുടെ ലാസ്റ്റ് വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ പറയണേ. നമുക്ക് പുതിയൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. ബൈ.